പാലക്കാട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സർക്കാർ ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയിട്ട് 2 മണിക്കൂറായി. അട്ടപ്പാടി കോട്ടത്തറ താലൂക്ക് ട്രൈബൽ ആശുപത്രിയിലാണ് വൈദ്യുതി മുടങ്ങിയത്. പകരം സംവിധാനം ഏർപ്പെടുത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പ്രധാന വാർഡുകളിലും വൈദ്യുതി ഇല്ല. രോഗികൾ വലയുകയാണ്. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ഈ നിമിഷം ചേരുന്നു. അരുൺ, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ഒരു ബാക്കപ്പ് സംവിധാനം ഒന്നുമില്ലേ? ക്ഷമ ജനറേറ്ററാണ് ആശുപത്രിയിൽ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ KCB-യിൽ നിന്നും കറണ്ട് ലഭിക്കാതായാൽ പകരം ജനറേറ്റർ ഉപയോഗിച്ചാണ് ആശുപത്രിയിൽ പ്രവർത്തിപ്പിക്കാറുള്ളത്. പക്ഷേ ആ ജനറേറ്ററും കംപ്ലൈന്റ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇതോടുകൂടെ പൂർണ്ണമായിട്ടും അട്ടപ്പാടിയിലെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇരുട്ടിലായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2-2.5 മണിക്കൂറായി ഈ ആശുപത്രിയിൽ വൈദ്യുതിയില്ല. ഈ പകരം സംവിധാനം ഏർപ്പെടുത്താൻ ഇതുവരെ ഏതായാലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രധാന വാർഡുകളിൽ ഉൾപ്പെടെയാണ് വൈദ്യുതി ഇല്ലാതെ ഇരുട്ടത്തായിരിക്കുന്നത്. രോഗികൾ ഉൾപ്പെടെ വലയുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതരെ വിളിച്ചു. അവരും പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഈ ജനറേറ്റർ കൂടെ കംപ്ലൈന്റ് ആയതാണ് നിലവിലെ ഈ പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഏതായാലും 2-2.5 മണിക്കൂറായി. ഒരു പ്രധാനപ്പെട്ട അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം അട്ടപ്പാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി. ആ ആശുപത്രിയിലാണ് വൈദ്യുതി ഇല്ലാണ്ട് പൂർണ്ണമായും ഇരുട്ടിലായി മാറിയിരിക്കുന്നത്. അല്ല അരുണേ, ഇത് ഒരു ആശുപത്രിയാണ്. അവിടെ വൈദ്യുതി ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതൊന്ന് വേഗത്തിൽ പുനഃസ്ഥാപിക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടി അവിടെ ഇപ്പോൾ നടക്കുന്നുണ്ടോ? അതോ ഇങ്ങനെ തന്നെ അങ്ങ് തുടരുകയാണോ? ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വൈദ്യുതി ബന്ധം ഇല്ലാത്ത സ്ഥിതി തന്നെയാണ്. ജനറേറ്റർ പ്രശ്നം പരിഹരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. മാത്രമല്ല, ഈ അട്ടപ്പാടിയിലേക്ക് പ്രധാനമായിട്ടും വൈദ്യുതി വരുന്ന മലമ്പുഴയിൽ നിന്ന് വരുന്ന ലൈനാണ്. ആ ലൈനിൽ കംപ്ലൈന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അട്ടപ്പാടി മുഴുവൻ ഇരുട്ടിലായി മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നമുക്കറിയാം, സാധാരണ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പകരം സംവിധാനങ്ങളാണ് ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. പക്ഷേ ഈ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പകരം സംവിധാനം ഇല്ലാത്തത് കൂടെയാണ് ഇപ്പോൾ വീണ്ടും ഈ ആശുപത്രി പൂർണ്ണമായും ഇരുട്ടിലാവുന്നതിന് കാരണമായിരിക്കുന്നത്. അതിന് പകരം സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അട്ടപ്പാടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. യെസ്, ഇപ്പോൾ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അരുൺ ആലത്തൂർ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ കറണ്ട് ഇല്ലാതെ, വൈദ്യുതി ഇല്ലാതെ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്.